കുറച്ച് പൂച്ച വസ്തുതകൾ. പൂച്ച വാതിൽ കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണോ? സർ ഐസക് ന്യൂട്ടൺ തന്റെ വളർത്തുപൂച്ചയ്ക്ക് ഗവേഷണത്തെ തടസ്സപ്പെടുത്താതെ വന്നു പോകാനുള്ള സൗകര്യമൊരുക്കിയെന്നതാണ് പൂച്ച വാതിൽ കണ്ടുപിടിച്ചതെന്ന് ഐതിഹ്യം. പക്ഷേ ഇത് വസ്തുതയല്ല. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലെ ന്യൂട്ടന്റെ മുറിയുടെ വാതിലിലെ 2 ദ്വാരങ്ങളിൽ നിന്നാണ് കഥ ഉത്ഭവിച്ചത്. പക്ഷേ ന്യൂട്ടന്റെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നുമില്ല. പൂച്ചകൾക്ക് മണിക്കൂറിൽ 30 മൈൽ വരെ ഓടാൻ കഴിയും. ദീർഘദൂര ഓട്ടക്കാരല്ല, മറിച്ച് സ്പ്രിന്ററുകളാണ് ഇവയെങ്കിലും ശരാശരി വീട്ടുപൂച്ചയ്ക്ക് മണിക്കൂറിൽ 30 മൈൽ വരെ വേഗത കൈവരിക്കാൻ കഴിയും. താരതമ്യത്തിന്, ഒരു മനുഷ്യൻ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ഓട്ടം 2009-ൽ ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓട്ടത്തിലൂടെ നേടിയ റെക്കോർഡാണ്. ഈ ഓട്ടത്തിനിടയിൽ അദ്ദേഹം മണിക്കൂറിൽ 27.78 മൈൽ വേഗതയിൽ ഓട്ടം നടത്തി. പൂച്ചകൾക്ക് 3 കൺപോളകളുണ്ട്. പൂച്ചകൾക്ക് മൂന്നാമത്തെ കൺപോളയുണ്ട്. ഇത് നിക്റ്റിഡേറ്റിംഗ് മെംബ്രൻ എന്നും അറിയപ്പെടുന്നു. ഇത് അവയുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പൂച്ചകളുടെയും നായ്ക്കളുടെയും കണ്ണുകളിൽ റെറ്റിനയ്ക്ക് പിന്നിൽ ടാബെറ്റും ലൂസിഡും എന്ന പ്രത്യേക പ്രതിഫലന പാളിയും അടങ്ങിയിരിക്കുന്നു. ഇത് രാത്രി കാഴ്ച വർദ്ധിപ്പിക്കുന്നു. ആ തൂങ്ങിക്കിടക്കുന്ന പൂച്ചയുടെ വയറിനൊരു പേരുണ്ട്. നിങ്ങളുടെ പൂച്ചയുടെ തൂങ്ങിക്കിടക്കുന്ന വയറിന് ഒരു പേരുണ്ട്, ഒരു ഉദ്ദേശ്യവുമുണ്ട്. ഇതിനെ പ്രൈമോർഡിയൽ പൗച്ച് എന്ന് വിളിക്കുന്നു. ഇത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പ്രൈമോർഡിയൽ പൗച്ച് നൽകുന്ന പാഡിംഗ്, വഴക്കിനിടയിൽ പല്ലുകളിൽ നിന്നും നഖങ്ങളിൽ നിന്നും ദുർബലമായ വയറിനെയും ആന്തരിക അവയവങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഓടുമ്പോഴോ ചാടുമ്പോഴോ പൂച്ചകൾക്ക് ശരീരം നീട്ടാനും വേഗത മെച്ചപ്പെടുത്താനും അധിക ചർമ്മം അനുവദിക്കുന്നു. അവസാനമായി, പിന്നീട് കത്തിച്ചുകളയുന്ന അധിക കൊഴുപ്പ് സംഭരിക്കാൻ ഇത് പൂച്ചകളെ അനുവദിക്കുന്നു. ഭക്ഷണത്തിന് പെട്ടെന്ന് പ്രവേശനമില്ലാത്ത കാട്ടുപൂച്ചകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. സിംഹങ്ങൾക്കും കടുവകൾക്കും ഒരു പ്രൈമോർഡിയൽ പൗച്ചുണ്ട്.